നടപടിയെടുക്കൂ സർക്കാരെ. ഞാൻ കഴിഞ്ഞ ദിവസം 2-ാം തീയതി വെള്ളിയാഴ്ച അക്കൗണ്ട് എടുക്കാൻ വേണ്ടി മേപ്പേര് SBI ബാങ്കിൽ പോയിരുന്നു. അങ്ങനെ കുറച്ച് ഗുണ്ടകളാണ് തോന്നിക്കുന്ന സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പിന്നെ മനസ്സിലാകുന്ന പോലീസുകാരാണ്. പിന്നെ കോഴിക്കോട് ചെറുവണ്ണൂരിൽ വിദ്യാർത്ഥിയെ പോലീസ് ആളുമാറി മർദ്ദിച്ചതായി പരാതി. കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശി ആദിലിനാണ് മർദ്ദനമേറ്റത്. കളമശ്ശേരിയിൽ നിന്നെത്തിയ പോലീസ് സംഘമാണ് ആദിലിനെ മർദ്ദിച്ചത്. മേപ്പയൂർ സ്റ്റേഷന് സമീപത്തെ ഓൺലൈൻ സെന്ററിൽ ബാങ്ക് അക്കൗണ്ട് എടുക്കാനെത്തിയ ആദിലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. സ്റ്റേഷനിലേക്ക് ബലമായി കൊണ്ടുപോയ ശേഷം മർദ്ദിച്ചുവെന്നാണ് പരാതി. മർദ്ദനത്തിൽ ആദിലിന്റെ കർണപടം പൊട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം. ആളുമാറി എന്ന് മനസ്സിലാക്കിയ പോലീസ് സംഭവം പുറത്തു പറയരുതെന്ന് ആദിലിനെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. സംഭവത്തിൽ വെൽഫെയർ പാർട്ടിയും മുസ്ലിം ലീഗും യൂത്ത് കോൺഗ്രസും പ്രതിഷേധിച്ചു. സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന ഫ്രട്ടേണിറ്റി മൂവ്മെന്റും ആവശ്യപ്പെട്ടു. ഞാൻ കഴിഞ്ഞ ദിവസം 2-ാം തീയതി വെള്ളിയാഴ്ച അക്കൗണ്ട് എടുക്കാൻ വേണ്ടി മേപ്പേര് SBI ബാങ്കിൽ പോയിരുന്നു. അങ്ങനെ കുറച്ച് ഗുണ്ടകളാണ് തോന്നിക്കുന്ന സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പിന്നെ മനസ്സിലാകുന്ന പോലീസുകാരാണ്. പിന്നെ ഉള്ളിൽ കൊണ്ടുപോയി നല്ല അടിച്ച് ചെടിൻ്റെ കണ്ണ് പൊട്ടിയിട്ടുള്ളത്. പിന്നെ അവിടെ 2 കുട്ടികളുണ്ട്. ഓല ഉണ്ടായി എൻ്റെ കൂടെ. എനിക്കറിയാത്തതാ. പിന്നെ ഓലോട് ചോദിച്ച പേര് എൻ്റെ കൂടെ ഇല്ലാന്ന്. ഓലെല്ലാന്ന് പറയുകയും ചെയ്തിട്ട് അന്നേരം ഒന്നുകൂടി അടിച്ച്. ആദിൽ എന്ന ചെറുപ്പക്കാരനെ മേപ്പയൂർ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുകയും ചീത്ത പറയുകയും ആദിലിന് ശക്തിയായ മർദ്ദനമേറ്റതിൻ്റെ ഭാഗമായിട്ട് ചെവി കേൾക്കാനുള്ള പ്രയാസങ്ങളും സംസാരിക്കാനുള്ള പ്രയാസങ്ങളും മേപ്പയൂർ പോലീസ് സ്റ്റേഷനിൽ വളരെ കാലമായി നടത്തുന്ന പ്രാകൃതമായ ഈ സമ്പ്രദായത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. മേപ്പയൂർ SIയുടെ സാന്നിധ്യത്തിലാണ് ഈ സംഭവങ്ങൾ നടന്നത്. എറണാകുളത്ത് നിന്ന് വന്ന പോലീസാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാലും മേപ്പയൂർ പോലീസിനും മേപ്പയൂർ SIക്കും ഇതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായുണ്ട് എന്നും അതിൽ കൊടുത്ത കേസിനെ സംബന്ധിച്ച് യാതൊരു അന്വേഷണവും നടത്താത്ത ഒരവസ്ഥയാണുള്ളത്. മേപ്പയൂരിലെ ഈ മർദ്ദനത്തിനിരയാക്കിയ SIയെയും പോലീസുകാരെയും സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് കുറ്റക്കാരെ മാതൃകപരമായി ശിക്ഷിക്കണമെന്നും വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുന്നു.